ഗുജറാത്തിലെ ഗോസംരക്ഷണ നിയമങ്ങൾ ഒരു ജനതയെ എങ്ങനെയൊക്കെയാണ് ദാരിദ്ര്യത്തിലേക്കും അരക്ഷിതാവസ്ഥയിലേക്കും തള്ളിവിടുന്നത് എന്നത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. പശുവിനെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന നിയമങ്ങൾ എങ്ങനെയാണ് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഉപജീവനമാർഗം തകർക്കുന്നതെന്നും അവരെ നിയമക്കുരുക്കുകളിൽ തളച്ചിടുന്നതെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. 2011-ലും 2017-ലും ഗുജറാത്ത് സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതികളാണ് ഈ പ്രതിസന്ധിക്ക് ആധാരം. പശുവിനെ കൊല്ലുന്നതിനും കടത്തുന്നതിനും വളരെ കടുത്ത ശിക്ഷകളാണ് ഇന്നവിടെ നിലവിലുള്ളത്. പശുവിനെ കൊന്നാൽ ജീവപര്യന്തം വരെ തടവ് ലഭിക്കാം. അനുമതികളില്ലാതെ കന്നുകാലികളെ വാഹനത്തിൽ കടത്തിയാൽ 10 വർഷം വരെ തടവ് ലഭിക്കാം. ഇതിൽ ഏറ്റവും അപകടകരമായ ഭാഗം പ്രിസംപ്ഷൻ ഓഫ് ഗിൽട്ട്, അതായത് കന്നുകാലികളുമായി പിടിക്കപ്പെട്ടാൽ നിങ്ങൾ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങളുടേതാണ്. സാധാരണ നിയമങ്ങളിൽ ഒരാൾ കുറ്റക്കാരനാണെന്ന് തെളിയിക്കേണ്ടത് പോലീസാണ്. എന്നാൽ ഇവിടെ അത് തിരിച്ചാണ്. ഗുജറാത്തിലെ കന്നുകാലി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരിൽ ഭൂരിഭാഗവും മുസ്ലിംകളും ദളിതരുമാണ്. പാരമ്പര്യമായി ഈ ജോലി ചെയ്തു വരുന്ന ഖുറേഷി സമുദായത്തെയാണ് ഈ നിയമം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ചില പ്രധാന വസ്തുതകൾ ഇവയാണ്. അറവുശാലകളുടെ അടച്ചുപൂട്ടൽ. ഔദ്യോഗിക ലൈസൻസുള്ള അറവുശാലകൾ പലതും നിയമത്തിന്റെ നൂലാമാലകളിൽ കുടുങ്ങി അടച്ചുപൂട്ടി ഇന്ന് ആയിരക്കണക്കിന് തൊഴിലാളികളെ തൊഴിൽ രഹിതരാക്കി. കന്നുകാലി ചന്തകളുടെ തകർച്ച. പശുവിനെയല്ല, എരുമയോ മറ്റു കന്നുകാലികളെയോ കൊണ്ടുപോയാൽ പോലും വിജിലാൻറെ ഗ്രൂപ്പുകൾ അഥവാ ഗോ സംരക്ഷകർ വണ്ടി തടയുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. ജീവഭയം കാരണം പലരും ഈ കച്ചവടം ഉപേക്ഷിച്ചു. സാമ്പത്തിക തകർച്ച. കന്നുകാലികളെ വിൽക്കാൻ കഴിയാത്തതുകൊണ്ട് കർഷകരും ബുദ്ധിമുട്ടിലാണ്. പ്രായമായ പശുക്കളെ പരിപാലിക്കുന്നത് കർഷകർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയായി മാറിയിരിക്കുന്നു. ഈ റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും വേദനാജനകമായ കാര്യം പോലീസ് സംവിധാനത്തിന്റെ വിവേചനമാണ്. പശുവിനെ കടത്തി എന്നാരോപിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്നവരിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ്. പലപ്പോഴും മതിയായ രേഖകൾ കൈവശമുണ്ടായിട്ടും അവർ വേട്ടയാടപ്പെടുന്നു. ജാമ്യം ലഭിക്കാൻ പോലും വർഷങ്ങളെടുക്കുന്ന അവസ്ഥ. ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അയാളുടെ കുടുംബം മുഴുവൻ ദാരിദ്ര്യത്തിലാകുന്നു. നിയമപോരാട്ടത്തിന് വേണ്ടി അവർക്കുള്ള സമ്പാദ്യം മുഴുവൻ ചിലവാക്കേണ്ടി വരുന്നു. ഞങ്ങൾ മുസ്ലിങ്ങളായി ജനിച്ചു എന്നത് തന്നെയാണ് ഞങ്ങളുടെ കുറ്റം എന്ന് ഗുജറാത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ വിലാപം ജനാധിപത്യ സമൂഹത്തിന് ഒരു മുന്നറിയിപ്പാണ്. ഭക്ഷണം എന്നത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഉപജീവനം എന്നത് ഭരണഘടനാപരമായ അവകാശമാണ്. എന്നാൽ നിയമങ്ങൾ മൃഗസംരക്ഷണത്തിന് എന്ന പേരിൽ കൊണ്ടുവരികയും അതൊരു പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യം വച്ച് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അത് നീതിയല്ല. ഗുജറാത്തിലെ ഈ സാഹചര്യം കേവലം ഒരു ക്രമസമാധാന പ്രശ്നമല്ല, മറിച്ച് ഒരു ജനതയെ സാമ്പത്തികമായും സാമൂഹികമായും തകർക്കുന്ന വ്യവസ്ഥാപിതമായ നീക്കമാണ്.